സമവായത്തിനില്ലെന്ന് ഉറപ്പിച്ച് ശശി തരൂർ എം പി. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്നും കോൺഗ്രസിന് തരൂരിൻ്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃദാരിദ്ര്യമുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ദേശീയ തലത്തിലും തിരിച്ചടികൾ നേരിടുകയാണെന്നും ശശി തരൂർ തുറന്നടിച്ചു. നേതൃത്വത്തിന് വഴങ്ങാൻ ഉദ്ദേശമില്ലെന്നും രാഹുലുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതാണ് ശശി തരൂർ എം പിയുടെ പുതിയ പ്രതികരണം. പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ പാർട്ടിക്ക് നേതൃദാരിദ്ര്യമാണ്. യുവാക്കളെ ആകർഷിക്കാനും ജനപിന്തുണ നേടാനും നേതൃത്വത്തിന് സാധിച്ചില്ല. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരുമെന്നും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കാണ് കോൺഗ്രസിന്റെ യാത്രയെന്നും തരൂർ തുറന്നു പറഞ്ഞത് സംസ്ഥാന ദേശീയ നേതൃത്വത്തിനെ പ്രതിസന്ധിയിലാക്കും. UDF-ൽ ഘടകകക്ഷികൾ തൃപ്തരല്ലെന്നും ദേശീയ തലത്തിലും തിരിച്ചടി നേരിടുകയാണെന്നും തരൂർ വിമർശിച്ചു. പല സ്വതന്ത്ര ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ നേതൃപദവിക്ക് താനും യോഗ്യനാണെന്ന് വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തനിക്കും അർഹതയുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുകയാണ്. വോട്ട് ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസിലെ മറ്റ് ചില നേതാക്കൾക്കും തന്റെ അതേ അഭിപ്രായമുണ്ടെന്നും പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ വ്യക്തമാക്കി. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ശശി തരൂരിൻ്റെ വാക്കുകളിൽ ചില നിർണായകമായ സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ വേറെ വഴികളുണ്ടെന്നാണ്. ഏത് വഴിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന സൂചന ഈ അഭിമുഖത്തിലുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഹൈസൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ശശി തരൂർ നിലവിൽ നേതൃത്വത്തിന്, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിലും ഒപ്പം അഭിമുഖത്തെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലുമെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഹൈസൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തന്റെ മുൻപിൽ പുതിയ വഴികളുണ്ട്, മറ്റു വഴികളുണ്ട് എന്ന് ശശി തരൂർ എം പി വ്യക്തമാക്കുമ്പോൾ അത് ഏത് വഴിയാണ് ശശി തരൂർ തെരഞ്ഞെടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ശശി തരൂരിന്റെ നിലവിലെ തുറന്നു പറച്ചിലുകളും നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനവും കോൺഗ്രസിന് എത്രത്തോളം ക്ഷീണം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും രാഹുൽ ഇടപെട്ട് ചർച്ച നടത്തിയിട്ട് പോലും ശശി തരൂർ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലൊരു MP ഇത്തരത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നത് വലിയ തലവേദന കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് വരുത്തുകയാണ്. നേരത്തെയും സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ KPCCക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നില്ല ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ രാഹുൽ ഇടപെട്ട് ചർച്ച നടത്തിയിട്ടും ദേശീയ നേതൃത്വത്തിനും വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഈ അഭിമുഖത്തിൽ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഒന്ന്, നിലവിൽ സംസ്ഥാന കോൺഗ്രസിന് നേതൃദാരിദ്ര്യമാണ്. യുവാക്കളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ കരുത്തുറ്റ് മുൻപോട്ട് പോകാനോ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടി വരും എന്ന് തരൂർ വിമർശിക്കുമ്പോൾ നിലവിലെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം വെക്കുന്നു. ഒപ്പം താനും നേതൃത്വ പദവികൾക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പദവികൾക്ക് അർഹരാണ് എന്ന് തരൂർ തുറന്നടിക്കുന്നു. ദേശീയ നേതൃത്വത്തിലും പിഴവുകൾ ഉണ്ടാകുന്നു, ദേശീയ തലത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നു തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള തരൂർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ നിലവിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് ശശി തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. 26-ന് ശശി തരൂരിന്റെ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം സംസാരിക്കാം, മാധ്യമങ്ങളുമായി സംസാരിക്കാൻ യാതൊരു മടിയുമില്ല എന്നും സമയം വരുമ്പോൾ, ഉചിതമായ സമയം വരുമ്പോൾ പൂർണ്ണമായ വിശദീകരിക്കാം എന്നുള്ളതാണ് തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈസൻ.